ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. എൻ്റെ ദിവസം ദൈവങ്ങളോട് ഒരുമിച്ചായിരിക്കുവാൻ ദൈവവചനമായി ദിവസം നിൽക്കുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുക്കി നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സമയം എന്തിനാ ചെലവഴിക്കുന്നത്? വൈപി ഡേ ആണല്ലേ. വൈപി ഡേയുടെ തീം എന്താന്ന് പറഞ്ഞേ? ജ്വലിപ്പിക്കുക അല്ലെങ്കിൽ ഇഗ്നൈറ്റ് എന്നാണ് പറയുന്നത്. അതിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്ന വാക്യം എന്ന് പറയുന്നത് 2 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഞാൻ വായിക്കാം. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് നിന്നിലുള്ള തൊട്ട് ഓർമ്മപ്പെടുത്തുന്നു വരെയുള്ള ആ ഭാഗങ്ങൾ ചിന്തിക്കാം. ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതെന്നാ ഒരു റിമൈൻഡർ അല്ലേ? നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ ചില ബർത്ത്ഡേസ് ചില ഡേറ്റ്സ് ഒക്കെ റിമൈൻഡർ എപ്പോഴാണ് വെക്കുന്നത്? നമ്മൾ ചില കാര്യങ്ങൾ മറന്നുപോകും. നമ്മുടെ പെട്ടെന്നുള്ള ഒരു ലോങ് റണ്ണിൽ നമ്മൾ കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റിമൈൻഡർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ആ വേർഡ് ചിന്തിക്കാം, നിന്നിലുള്ള. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് വേറെ ആരുടെയെങ്കിലും എടുത്തു പോയി ചോദിക്കാനോ, വേറെ ആരെങ്കിലും എടുത്തു പോയി അല്ലെങ്കിൽ അപേക്ഷിക്കാനോ അല്ലെങ്കിൽ ദൈവത്തിനോട് പിന്നെയും പ്രാർത്ഥിക്കാനോ ഒന്നുമല്ല തിമോത്തിയോസിനോട് പറയുന്നത്. പക്ഷെ നിന്നിലുള്ള കൃപാവരം, അതിനർത്ഥം എന്തുവാ? യൂത്ത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു 5 മിനിറ്റ്. അപ്പോൾ നിന്നിലുള്ള എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള കൃപാവരം. അപ്പൊ കർത്താവ് വെറുതെയാണോ നമ്മളെ ഈ ലോകത്തിലേക്ക് സെൻഡ് ചെയ്തേക്കുന്നത്? അല്ല. വി ആർ നോട്ട് എംപ്റ്റി വെസൽസ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ചില കൃപാവരങ്ങൾ തന്നാണ് കർത്താവ് നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഒരു ഡെപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ദൈവത്തിന്റെ കൃപയെ നമുക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു കൃപാവരങ്ങളെ നമ്മുടെ ഉള്ളിൽ ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് കർത്താവ് തന്നാണ് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അയച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എനിക്ക്, അല്ലെങ്കിൽ ചുറ്റുപാട് നമ്മുടെ കുഴപ്പം എന്താ പറയട്ടെ, നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ആ ആൾക്ക് ഇന്നതുണ്ട്, മറ്റേ ആൾക്ക് ഇന്നതുണ്ട്, അതുപോലെ എനിക്കില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കൊന്നും ഇല്ല എന്ന് തോന്നുന്നത്. പക്ഷേ ദൈവവചനം കൃത്യമായിട്ട് പറയുന്നു നിന്നിലുള്ള കൃപാവരം, അതായത് നിങ്ങളുടെ ഓരോരുത്തരിലുള്ള ഒരു പർപ്പസ്, നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ്. അതുകൊണ്ട് വേറെ എവിടെ പോയി നോക്കണ്ട, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ആദ്യമേ ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. അത് മറന്നുപോയോ, എന്നിലുള്ള കൃപ മറന്നുപോയോ എന്നുള്ളത്. രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് കൃപാവരം. കൃപാവരം എന്ന് പറയുന്നതിന്റെ ഒരു ഗ്രീക്ക് വേർഡ് അത് യൂസ് ചെയ്തിരിക്കുന്നത് കാരിസ്മ എന്നാണ്. അതിന്റെ കാരിസിന്റെ വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രേസ്. ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്നാ? അർഹതയില്ലാത്ത ദാനം. സോ ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. ഫ്രീ ആയിട്ട് കർത്താവ് നമ്മുടെ ഉള്ളിൽ ഒരു ഗിഫ്റ്റ് തന്നേക്കുക. അപ്പൊ അത് യൂസ് ചെയ്യണ്ടേ? യൂസ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? നമുക്ക് തന്നെയാണ് നഷ്ടം. അപ്പോൾ എല്ലാവർക്കും പല പല കൃപാവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? വ്യാഖ്യാനമുണ്ട്, അല്ലെങ്കിൽ പ്രവചനമുണ്ട്, പിന്നെ ഉപദേശമുണ്ട്, അങ്ങനെ പല കൃപാവരങ്ങൾ ഉണ്ട്. ഇപ്പൊ സപ്പോസ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന കൃപാവരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സഹായിക്കാനുള്ള ഒരു കൃപയാണ് എൻ്റെ ഉള്ളിൽ നൽകിയിരിക്കുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ ദിവസവും മുട്ടിപ്പായിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്ക് പാസ്റ്ററിന്റെ അടുത്ത് നിന്ന് പ്രസംഗിക്കണം, അല്ലെ പാസ്റ്ററെ പോലെ പ്രസംഗിക്കണം, എനിക്ക് അത് മതി, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. അപ്പോൾ കർത്താവ് കൺഫ്യൂഷനായിപ്പോ കർത്താവ് വിചാരിക്കും വേറെ എന്നാ പറയുന്നത്, ചുരുക്കം ചെല്ലല്ലേ സഹായിക്കാനുള്ള കഴിവുള്ളൂ, അല്ലേ? സത്യമല്ലേ? അപ്പോൾ സഹായിക്കാനുള്ള ഇത്രയും വലിയ കഴിവ് ഞാൻ അവന് കൊടുത്തു വിട്ടിട്ട് പുള്ളിക്കാരൻ നിന്ന് പ്രാർത്ഥിക്കുന്ന എന്നാ, കർത്താവ് എനിക്ക് പാസ്റ്ററിന്റെ അടുത്ത് നിന്ന് പ്രസംഗിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കൃപാവരങ്ങൾ, യുണീക്ക് ആയിട്ടുള്ള കൃപാവരങ്ങളാണ് ഉള്ളത്. അത് സഹായിക്കാനായിരിക്കും, മറ്റുള്ളവരോടൊന്ന് എൻകറേജ് ചെയ്യാനായിരിക്കും. ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നമ്മൾ എന്താണെന്നുള്ളത് പ്രാർത്ഥനയിലൂടെ കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ഒരാൾക്ക് പാടാനുള്ള കഴിവാണ്, മറ്റേ ആൾക്ക് പ്രസംഗിക്കാനുള്ള കഴിവാണ്. നമ്മൾ കോമ്പറ്റീഷൻ അല്ല ഈ സഭയിലുള്ളത്, പക്ഷെ എന്നാൽ ഒരു ടീം സ്പിരിറ്റാ. എല്ലാവരും ഒരുമിച്ച് ആരെയാണ് മഹത്വപ്പെടുത്തുന്നത്? കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതിന്റെ അടുത്ത വാക്യം എന്ന് പറയുന്നത് നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് തീയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ തീയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറയട്ടെ. തീ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് എക്സ്റ്റിംഗ്വിഷ് ആയിപ്പോ, അല്ലെങ്കിൽ അതങ്ങ് അണഞ്ഞു പോകും പെട്ടെന്ന്. അപ്പൊ നമ്മൾ എപ്പോഴും എന്നാ ചെയ്യണം? ഇച്ചിരി വിറകോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് എക്സ്റ്റിംഗ്വിഷ് ആയിപ്പോ. അതാണ് തീയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ തീ
മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുന്നത്, ബാഡ് കമ്പനി, കംഫർട്ട് സോൺ, ഇത്രയൊക്കെ മതി, ഇച്ചിരി കത്തുന്നുണ്ടല്ലോ അത്രയും മതി, ജോലിച്ച് പ്രകാശിക്കൊന്നും വേണ്ട, അതൊരു കംഫർട്ട് സോൺ. ഇതൊക്കെയാണ് നമ്മുടെ തീയെ കെടുത്തിക്കളയുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം എന്തുവാ? ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തി തിമത്തിയോസ് എന്ന് പറയുന്ന ഒരു യങ് ജനറേഷനോട് പറയുകയാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. സോ നമ്മളിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി പറയാം. ഫുട്ബോൾ എന്നാ റൊണാൾഡോ, മെസ്സി, പിന്നെ നെയ്മർ, അവരൊക്കെ അവരുടെ ആ ഒരു എറ കഴിഞ്ഞു, അടുത്ത ജനറേഷൻ ഇനി വരാൻ പോവാ. അതുപോലെ തന്നെ നമ്മളുടെ ഈ ക്രിസ്തീയ ഈ സഭയിൽ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിൽ എന്നാ there is a new generation coming up. അതുകൊണ്ടാണ് യൂത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആ കൃപാവരത്തെ അല്ലെങ്കിൽ ആ തീയെ കെട്ടുപോകാതെ സൂക്ഷിക്കണം. യാഗപീഠത്തിന്റെ ആ തീ എന്താ ചെയ്യണം? ഒരിക്കലും കെട്ടുപോകരുത്. അത് നമ്മുടെ ഓരോരുത്തരെയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഒരു 6 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം ഇഗ്നൈറ്റ് നോക്കിയാൽ മതി. ഐ എന്ന് പറഞ്ഞാൽ ഇൻസ്പയർ. ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ എന്താ? ബി ഇൻസ്പയർഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്. രണ്ടാമത്തെ കാര്യം ജി എന്ന് പറഞ്ഞാൽ എന്നാ? ഗ്രോ ഡെയിലി ഇൻ വർഷിപ്പ്, ഡിവോഷൻ വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ വളരണം. അടുത്ത എൻ എന്ന് പറഞ്ഞാൽ നർച്ചർ അല്ലെങ്കിൽ പ്രൊട്ടക്ട്. ഈ നിങ്ങളുടെ ഉള്ളിലുള്ള തീയെ എന്തോ ചെയ്യണം? അണയാതെ പ്രൊട്ടക്ട് ചെയ്യണം. അടുത്തത് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ്. നമ്മൾ ആരാന്ന് പറഞ്ഞിരിക്കുന്നത്? വി ആർ ദി അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. അടുത്തത് ടി എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ്. കംപ്ലീറ്റ്ലി ആരെയാ? സ്വയത്തെയാണോ? മറ്റുള്ളവരെയാണോ? ഇല്ല. നിങ്ങൾ ശരിക്കും നിരാശപ്പെടും. പക്ഷെ ട്രസ്റ്റ് ആരെ ചെയ്യണം? ട്രസ്റ്റ് ഗോഡ് കംപ്ലീറ്റ്ലി. ആൻഡ് ലാസ്റ്റ് വൺ എംപവർ അതേഴ്സ്. ഒരു ക്യാൻഡില് വേറൊരു ക്യാൻഡിലിൽ ലൈറ്റ് പകർന്ന പോലെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്തുന്നതായി തീരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ള കൃപാവരങ്ങൾ ഉണ്ട് എന്നറിഞ്ഞ് അതിനെ മനസ്സിലാക്കി ദൈവനാമ മഹത്വത്തിന് വേണ്ടി അത് ഉപയോഗിക്കണം. അത് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പൊ കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുന്നവരായി തീരുവാൻ നമ്മുടെ ഈ സഭയിലെ ഈ കാലഘട്ടത്തിൽ യൂത്തിനെ ദൈവം ധാരാളമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ